നിത്യനിരാമയുള്ള ഈ നാടിനെയും നാട്ടുകാരെയും എന്നും കാത്ത് രക്ഷിച്ചു കൊള്ളണം എന്ന പ്രാർത്ഥനയോടെ അന്തരീക്ഷാനും ജനപ്രദേശം. താങ്ക് യു വെരി മച്ച്. സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ വേദിയിൽ ശ്രീ മോഹൻലാലിന്റെ സാന്നിധ്യം. ഇവിടെ നടക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിനായി നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഉത്തമമായ വ്യക്തികളിൽ ഒരാളെയാണ് നമുക്ക് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. 2019 ശ്രീ മമ്മൂട്ടി ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ എനിക്ക് ഇതെന്റെ ഏറ്റവും വലിയ സ്വകാര്യ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കലാപരിപാടികളുടെ കാര്യം പറഞ്ഞാൽ ക്ഷേത്രകലകൾക്കും നാടൻ കലാരൂപങ്ങൾക്കും ഊന്നൽ കൊടുക്കുന്നതുകൊണ്ടുള്ള പരിപാടികൾ തന്നെയാണ് ഈ വർഷവും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം നന്ദഗോവിന്ദം ഉണ്ണിമേമന്റെ ഗാനമേള, ശ്രീമതി ആര്യാദയാന്റെ മ്യൂസിക് ബാൻഡ്, രാജേഷ് വൈദ്യ, രാജേഷ് ചേർത്തല, വേദമിത്ര എന്നിവർ നയിക്കുന്ന ഫ്യൂഷൻ പരിപാടികൾ, ചാലക്കുടി പ്രസിദ്ധിയുടെ നാടൻപാട്ടും, ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ സംഗീത കച്ചേരി, അനൂപ് ശങ്കറിന്റെ ഫ്യൂഷനും മറ്റ് അനവധി കലാപരിപാടികൾ അവയിൽ ചിലത് മാത്രമാണ്. അടുത്തതായി കർത്തവ്യമായ കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എന്റെ ക്രമം. ആദ്യമായി യോഗ മിഷൻ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ എസ് വേണുഗോപാലനാണ്. അദ്ദേഹത്തിന് പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അടുത്തതായി ശ്രീ ലാലിന് അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ട്രസ്റ്റിന്റെ പേരിലും എൻ്റെ പേരിലും പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ചടങ്ങിലേക്ക് നമ്മുടെ വിശിഷ്ട അതിഥിയെ എത്തിക്കുന്നതിലേക്ക് എല്ലാ പിന്തുണയും മേൽനോട്ടവും നൽകിയ ശ്രീ സഹൽ സാറിനും ട്രസ്റ്റ് ബോർഡ് അംഗമായ ശ്രീമതി RS ദീപ നായർ ശാന്തി നിലയത്തിനും ട്രസ്റ്റ് ഇംപ്ലിക്കേഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ പി കരുണാകരൻ നമ്പി, മറ്റ് ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ, എന്റെ സഹപ്രവർത്തകരായ കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റ് ജീവനക്കാർ, വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ കരാറുകൾ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തികൾ, കലാകാരന്മാർ, കലാസാധുകരായ ഭക്തജനങ്ങൾ എന്നിവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആറ്റുകാൽ ദേവിയുടെ നാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഉദ്ഘാടന ചടങ്ങ് സമാപിച്ചിരിക്കുന്നു.